ഇപ്പം മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന ഒരു മൂവി ആ ഒരു സമയത്ത് ഭയങ്കര ഓളം സൃഷ്ടിച്ചൊരു മൂവിയായിരുന്നു. ലൈക്ക് ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ CD ഇട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു മൂവിയാണ് മാനത്തെ കൊട്ടാരം എന്നൊക്കെ പറയുന്നത്. സാറിന് ശരിക്കും ഇപ്പോൾ ആ ഒരു മൂവി ചെയ്തൊരു മെമ്മറി എന്തെങ്കിലും ചോദിച്ചാൽ, ഇപ്പം ദിലീപ് ഏട്ടൻ്റെയൊക്കെ ഫസ്റ്റ് മൂവിയാണ്, ഒരുപാട് പേരുടെ ഫസ്റ്റ് മൂവിയാണ്. ഇപ്പം സുരേഷ് ഏട്ടൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയുള്ളൊരു മൂവിയായിരുന്നു. സാർ എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു മൂവിനെ ഓർക്കുന്നത്? അന്നത്തെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ മെമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും സന്തോഷകരമായ മൊമെന്റ്സ് ആയിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഞങ്ങളൊരു സിനിമ ചെയ്ത പോലെയല്ല മാനത്തെ കൊട്ടാരം ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തമാശ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ അത് അങ്ങ് സംഭവിച്ചൊരു മൂവിയാണ്. ഒരു ഫുൾ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടും അല്ല അത് പോയത്. അത് ലൊക്കേഷനിലുള്ള ഒരുപാട് ഇംപ്രവൈസേഷനിലൂടെ പോയതാണ്. അതുകൊണ്ട് എല്ലാവരും ആ മൂവി എൻജോയ് ചെയ്യായിരുന്നു. സൂപ്പർ ഹിറ്റല്ലേ മൂവി? സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുന്നത്. മാനത്തെ കൊട്ടാരം മൂവിയില് എൻ്റെ വീട്ടിലൊരു CD ഉണ്ടായിരുന്നു, കോമഡി സീൻസ് മാത്രമുള്ള ഒരു മൂവി, ഒരു CD. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ദ്രൻ സേട്ടൻ്റെ ആ കവിത, കാല പിടിച്ച് വലിക്കുന്നു. അതുകൊണ്ട് ശരിക്കും അതിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ കാക്കനാട് എൻ്റെ ഫ്രണ്ട് ഫ്രാങ്കോ വിധേയത്തിൻ്റെ ക്ലാസ്മേറ്റ്, അവൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അവൻ അവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പം ലൊക്കേഷനിൽ ചെന്നപ്പം ഇന്ദ്രൻസ് അയാളുടെ സോണിയ ഗേൾ ഫ്രണ്ട് NL ബാലകൃഷ്ണന്റെ മകളാണ്. അയാൾക്കൊരു പ്രണയലേഖനം കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് പേടിയാണ് അച്ഛനെ. അപ്പം മതിലിനപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന നോക്കാം, മതിലിൻ്റെ ഒരു ഹോള് കണ്ടു. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇന്ദ്രൻസിനോട് ചോദിച്ചു, ഇന്ദ്രൻസ് ഇതിനകത്ത് കൂടെ തലയിടാവെന്ന് ചോദിച്ചു. അതിനെന്താ? ഇന്ദ്രൻസ് പെട്ടെന്ന് അതിനകത്ത് കൂടെ തലയിട്ടു. അവിടെ നിന്നാണ് ആ കോമഡി അങ്ങ് അവിടുത്തെ ഉണ്ടാക്കിയ കോമഡിയാണ്. പിന്നെ ആ കവിത മുഴുവൻ ഇന്ദ്രൻസ് കയ്യിൽ നിട്ടതാ. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം പറഞ്ഞിട്ട് അത് പുള്ളി പാടിയതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് നീ ഇതിനകത്ത് കൂടെ തലയിട്ടിട്ട് നീ പെർഫോം ചെയ്യുന്ന പറഞ്ഞ. പിന്നെ ഇന്ദ്രൻസിന്റെ പിടുത്തം വിട്ടു. പിന്നെ അതേപോലെ അങ്ങനെ ഉണ്ടായൊരു കോമഡി. അത് ആനപ്പുറത്തുനിന്ന് കയറുന്ന കോമഡി. അതെ, ലൊക്കേഷനിലൂടെ ഒരു ആന പോകുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ദ്രൻസിനോട് ഇതിൻ്റെ പുറത്ത് കയറാൻ പോകുന്നു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ അതിൻ്റെ മേലെ കയറി ആന പൊങ്ങി മേലെ വരുമ്പോൾ അയാൾ ശരിക്കും അത് അറിയാണ്ട് ചെയ്തു പോയ സംഭവമാണ്. ലൊക്കേഷനിൽ ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കേക്ക് സ്റ്റോറിക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞ അശോകന്റെ പെർഫോമൻസിന്റെ പല ഭാഗത്തും അത് അശോകന്റെ പഴയ കാമുകിയുടെ മകളെ കാണുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ അശോകൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശരിക്കും എനിക്കിന്ന് വല്ലാണ്ട് ഫീൽ ചെയ്തു പോയിട്ടുണ്ട്. അപ്പം ആ കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സംഭവം, അതാണ് സിനിമയ്ക്ക് ആവശ്യമുള്ളത് ആർട്ടിസ്റ്റ്. ഇപ്പം അശോകൻ ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പം യവനിക പോലൊരു മൂവി, ചേട്ടൻ ആ മൂവി ചെയ്യുമ്പോ എത്രയായിരുന്നു ഏജ്? എന്റെ പ്രായം പറയാൻ ഇതിലെ 45 വയസ്സുള്ള കറക്റ്റാ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാം. യവനിക ചെയ്യുമ്പോൾ എനിക്ക് 19 വയസ്സാണ്. 19 വയസ്സ്. അത് ഒരുപാട് ലേയേഴ്സ് ഉള്ള, എന്നാൽ ഒരുപാട് ആൾക്കാരെ പിടിച്ചു വെക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആ ഒരു ഏജിൽ ആ ഒരു ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുത്തത്, അല്ലെങ്കിൽ അതൊരു ഡയറക്ടറിന്റെ മാത്രം ബ്രില്യൻസിൽ മാത്രം വന്നതാണോ? ഡയറക്ടർ അത് KG ജോർജ്, അദ്ദേഹത്തിനെ പോലായിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ എന്താണ് ഗ്രേറ്റ് ആയിട്ടുള്ള ഡയറക്ടറല്ലേ അദ്ദേഹം. സിനിമയുടെ എല്ലാ വശങ്ങളും അറിയാവുന്നൊരു ക്രാഫ്റ്റ്മാനായിരുന്നു പുള്ളി. അത് ജോർജ് സാറിൻ്റെ വലിയൊരു അതിനകത്തൊരു പ്രചോദനമുണ്ട് തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയുള്ള അതുപോലുള്ള ഡയറക്ടേഴ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആക്ടേഴ്സിനെ സംബന്ധിച്ചും അല്ല, ആ സിനിമ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കൂടെ നിന്ന് അത് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് പറയുകയും ചെയ്യും. അപ്പോൾ ജോർജ് സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഭയങ്കരമായിരുന്നത് യവനികയിൽ. 2-3 സീനേ അതിനകത്തുള്ളൂ, 4 സീനങ്ങ് മറ്റേ ഉള്ളൂ. ഇത് അങ്ങനെ പല സജഷനിലുമാണ് പലരെയും ഇതിനകത്തെല്ലാം ഫിക്സ് ചെയ്തിട്ടപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ ആര് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ആ ഒരാളിനെ തപ്പണമല്ലോ എന്ന് പറയുമ്പോൾ എന്നെ സജസ്റ്റ് ചെയ്തത് എൻ്റെ ഗുരുനാഥനായ പത്മരാജൻ ചേട്ടനാണ്, P. പത്മരാജൻ. അത് അശോകൻ കറക്റ്റായിരിക്കും ജോർജ് സാറിനോട് പറയുക. അങ്ങനെയാണ് ആ മറക്ക് എനിക്ക് വീണത്. അങ്ങനെയാണ് യവനിക ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തതാണ് മുമ്പ്. അത് പിന്നെ ആ ഷൂട്ടിങ് നിർത്തി. രണ്ടാമതാണ് ഈ പടം ഫ്രഷായിട്ട് വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ആക്ടേഴ്സ് ഇതിനകത്തെ പലരും വേറെ ആരൊക്കെ ആയിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പടം ഈ 4 സീനെ എനിക്കുള്ളെങ്കിലും വളരെ ഒരു ശ്രദ്ധേയമായൊരു പേര് എനിക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമാണ്. അന്ന് ആക്ച്വലി ഇതേപോലെ ട്രെൻഡ് ആയിരുന്നു അവര്. ഇപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പഴയ കുറെ മൂവീസിലെ, അതായത് 90s മൂവീസിന്റെ ക്ലിപ്പുകളും ക്യാരക്ടേഴ്സും ഒക്കെയാണ് ഇപ്പോഴും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ക്രെഡിറ്റ് ആണ് തോന്നുന്നു. 90s അതൊരു ഭാഗ്യമാണ്, ദൈവാധീനമാണ്. അല്ലാതെ അറിയാം, ഈ ഏത് കാലഘട്ടത്തിൽ വന്നാലും യവനിക 82 പടമാണ്, 81, 82 ആണ്. ഏത് കാലഘട്ടത്തിൽ ഒരു നല്ല പടം എപ്പോൾ വന്നാലും അത് ജനം സ്വീകരിക്കും.
അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ മൂവീസിൽ കഥാപാത്രങ്ങൾ ശക്തമായിരുന്നു. ഇന്ന് ടെക്നോളജിയാണ് ശക്തം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ന് ടെക്നോളജി കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു, അന്ന് കഥാപാത്രങ്ങളെ കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കും. ടെക്നോളജി ഇനിയും മാറും. ആ വ്യത്യാസം ഉണ്ട് ടെക്നോളജി. ഇപ്പൊ നമ്മൾ പോയ ലൊക്കേഷനിലൊക്കെ തന്നെ അശോകനെ കാണുമ്പോൾ തോമസ് കുട്ടി ഇന്നും വിളിച്ചോണ്ടിരിക്കുന്നത് കേക്ക് സ്റ്റോറി ലൊക്കേഷനിൽ മുഴുവൻ ഞങ്ങൾ കോവളത്ത് അവിടെയൊക്കെ ചുറ്റും ആൾക്കാർ തോമസ് കുട്ടി വിട്ടോടാ. ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ട് എന്റെ ഒരു ഏജ് വരെ വിചാരിച്ചിരുന്നത് അശോകൻ ചേട്ടന്റെ പേര് തോമസ് കുട്ടി എന്നാണ്. കാരണം കേക്ക് സ്റ്റോറിയുടെ ലൊക്കേഷനിൽ ആൾക്കാർ വിളിക്കുന്ന ഇതാണ്. അശോകേട്ട എന്നല്ല വിളിക്കുന്നത്, തോമസ് കുട്ടി. ഇത് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അത് ഈ 10-20-25 വർഷമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ആ പടത്തിലെ ഒരു ഐഡന്റിറ്റി, ഈ ഹരിഹർനാറിലെ ഒരു ഐഡന്റിറ്റി ഭയങ്കരമാണ് ചേട്ടൻ. അതിനി എത്ര വർഷം ഇപ്പോഴത്തെ പിള്ളേരും ഇനിയും വരുന്ന പിള്ളേരും കുട്ടികൾ യുവാക്കളും ആ പടം എൻജോയ് ചെയ്യും. ഇനി ഹരിഹർനാർ എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ ഇത്രയും ഇത് ഡെവലപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ ഇൻഡസ്ട്രി. അത് ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിട്ടില്ലല്ലോ, തൊട്ട് മുമ്പുള്ളവരും കണ്ടിട്ടില്ല. പക്ഷെ അവർ ടി വി കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പിന്നെ യൂട്യൂബിലും കാണുന്നുണ്ട്. അവർക്ക് ഭയങ്കര അഭിപ്രായമാണ് ആ പടത്തെക്കുറിച്ച്. ഇപ്പോഴും വീണ്ടും 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 ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണത് ഹരിഹർനാർ. അപ്പോൾ അതിൽ പറഞ്ഞാലൊരു ഭാഗവാൻ സാധിച്ചു, സന്തോഷമാണത്. അതെ, ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ഏജ് വരെ എനിക്ക് ഈ സിനിമ ഞാൻ കൃത്യമായിട്ട് കാണാൻ കുറച്ച് ഓർമ്മ വരുമ്പോഴാണല്ലോ നമുക്ക് സിനിമയൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു ഏജ് വരെ ഞാൻ എൻ്റെ കസിൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ട് തോമസ് കുട്ടി വിട്ടോടാ ഡയലോഗ് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ തീരെ കുഞ്ഞിലൊക്കെ. അപ്പം ഒരുപാട് ട്രെൻഡുകൾ സൃഷ്ടിച്ച ക്യാരക്ടേഴ്സ് അശോകൻ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെ തോമസ് കുട്ടി പറയുന്നു. ചില കൊച്ചു 4-5 വയസ്സുള്ള ചില പിള്ളേരെ അവരുടെ അച്ഛനമ്മമാരൊക്കെ ഇവിടെയെങ്കിലും നമ്മൾ ചില ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ പരിചയപ്പെടുമ്പം അവർ ചോദിക്കും, മോനെ ഈ ആളിനെ നീ കണ്ടോ, ഇതാരാന്നറിയോ? അപ്പോൾ ആ പിള്ളേർ തോമസ് കുട്ടി എന്നാണ് പറയുന്നത്. അതെ, ഈ ലൊക്കേഷനിൽ മുഴുവൻ അതായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ തോമസ് കുട്ടിയല്ലേ ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷൻ. ഞാൻ പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷനോ അതെ അതെ എന്ന് പറയൂ. അത് ഇത്രയും വർഷമായിട്ട് ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ സിനിമയിലെ സംഭവങ്ങളൊക്കെ എല്ലാവരും നാലുപേരും, അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും ആ സിനിമയെ സംബന്ധിച്ചുള്ള വലിയ വിജയമാണ്. കാലാതീതമായിട്ടുള്ള ഒരു ഇത് നിൽക്കുന്നത്. അതെ.